സൂചനകൾ ലഭിക്കുന്ന വിധമുള്ള കാര്യങ്ങൾ നമ്മുടെ പരിശോധനയിൽ വ്യക്തമായത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ശ്രീ നജീബ് കാന്തപുരം MLA പെരിന്തൽമണ്ണയിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഫൗണ്ടേഷൻ്റെ പേരുണ്ട്. ആ ഫൗണ്ടേഷൻ്റെ പേര് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്നാണ്. ഈ മുദ്രയുടെ വെബ്സൈറ്റ് ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് നിരീക്ഷിക്കുകയായിരുന്നു. ബഹുരസമാണ്. അവർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി അവർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ആരാണ് എന്ന് വെളിപ്പെടുത്താൻ ബാധ്യസ്ഥനായ MLA, മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷനിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എന്ന് വെളിപ്പെടുത്താൻ ബാധ്യസ്ഥനായ MLA അദ്ദേഹത്തിൻ്റെ ട്രാൻസ്പെറൻസി പോളിസി പ്രകാരം വെബ്സൈറ്റിൽ ലീഗൽ എന്ന് പറഞ്ഞ് 4 ഭാഗങ്ങൾ കൂടി അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം, പ്രൈവസി പോളിസി എന്ന് പറയുന്ന ഒരു ഭാഗം, റീഫണ്ട് പോളിസി. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എപ്പോഴെങ്കിലുമൊക്കെ തട്ടിപ്പുണ്ടാവും. അപ്പോൾ തട്ടിപ്പുണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റീഫണ്ട് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയില്ല എന്ന്. ആക്സസിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾക്കൊക്കെ കേരളത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രയോഗം അറിവില്ലെങ്കിലും അത് ഇൻ്റർനാഷണലി ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വരെയുള്ള വസ്തുതകൾ പുറത്ത് വിടാൻ പറ്റാനുള്ള സാധ്യതകളുണ്ട്, അതേ ഞങ്ങൾക്ക് പുറത്ത് പറയാനുള്ള ബാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഈ ആക്സസിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ 4 കാര്യങ്ങളും ആ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമല്ലാത്ത വിധം അതിൻ്റെ ഹൈപ്പർ ലിങ്കുകൾ ഡീആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഈ തട്ടിപ്പിന് നാഷണൽ NGO കോൺഫെഡറേഷൻസ് എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് നേരിട്ട് പെരിന്തൽമണ്ണയിൽ നേതൃത്വം നൽകിയ MLAയുടെ നേതൃത്വത്തിലുള്ള മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് പൊതുജനത്തിൻ്റെ മുന്നിൽ ഇതുവരെയും വെളിവാക്കാൻ MLA തയ്യാറായിട്ടില്ല. ഈ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷനാണ് അടുത്ത വലിയ വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യം ഈ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം. ഈ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നേരിട്ടാണ് ഗുണഭോക്താക്കളെ ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തത്. അതായത് മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോസ്റ്ററിലോ ഫ്ലക്സിലോ ഒക്കെ മുഖം വന്നു എന്നുള്ളതാണ് ജനപ്രതിനിധികൾ ചെയ്ത വലിയ കുറ്റമെങ്കിൽ, ഇവിടുത്തെ ഒരു ജനപ്രതിനിധി നേരിട്ട് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാൻ ഈ പദ്ധതി പ്രകാരം പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും മറ്റ് കാര്യങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പരസ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഫൗണ്ടേഷനാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് നാഷണൽ NGO കോൺഫെഡറേഷൻസ് എന്ന് പറയുന്ന തട്ടിപ്പ് സംഘടനയ്ക്ക് കൈമാറിയത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ. അതാണ് നജീബ് കാന്തപുരം തട്ടിപ്പിന് നേരിട്ട് നേതൃത്വം നൽകി എന്നുള്ളതാണ് CPIM-ന്റെ ആരോപണം. ഡോക്ടർ P. സരിനാണ് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്.